നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഇന്ത്യയിലെ എന്ത് വലിയ സമരം എടുത്തു നോക്കിയാലും, അത് ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് ആയാലും ഗുസ്തിക്കാരുടെ സമരമായാലും ലാസ്റ്റ് കഴിഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരമായാലും എല്ലാത്തിൻ്റെയും ക്ലൈമാക്സ് വരുന്നത് ഡൽഹിയിലെ ഒരേ ഒരു സ്ഥലത്താണ്, ജന്തർ മന്ദർ. പക്ഷെ ഇതിന് പിന്നിൽ ഭയങ്കര രസകരമായ ഒരു സംഭവമുണ്ട്. ആളുകൾ ഉറക്കെ മുദ്രാവാക്യം വിളിക്കുന്ന ഈ സ്ഥലം സത്യത്തിൽ നിർമ്മിച്ചത് ഒച്ചയും ബഹളവും ഉണ്ടാക്കാൻ വേണ്ടിയല്ല, കംപ്ലീറ്റ് സൈലൻസിന് വേണ്ടിയാണ്. പൊളിറ്റീഷ്യൻസിനെ നോക്കാനല്ല, ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കാൻ വേണ്ടിയാണ് ഈ സ്ഥലം ഉണ്ടാക്കിയത്. അതായത് 300 വർഷം പഴക്കമുള്ള ഒരു സയൻസ് ലബോറട്ടറി എങ്ങനെയാണ് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ സമരവേദിയായി മാറിയത്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ 1724 പോകാം. അന്ന് ജയ്പൂരിലെ രാജാവായിരുന്ന മഹാരാജ് സവായ് ജയ്സിംഗ് രണ്ടാമൻ മാത്സിലും ആസ്ട്രോണമിയിലും ഭയങ്കര ക്രേസായിരുന്നു. സ്പേസിനെ കുറിച്ചും ഗ്രഹങ്ങളെ കുറിച്ചും കൃത്യമായി പഠിക്കാൻ പുള്ളി ഇന്ത്യയിലെ മൊത്തം 5 ഒബ്സർവേറ്ററികൾ ഉണ്ടാക്കി. ഡൽഹി, ജയ്പൂർ, ഉജ്ജയിൻ, വാരാണസി, മധുര. അതിലൊന്നാണ് ഈ ഡൽഹിയിലുള്ളത്, ജന്തർ മന്ദർ. ഈ പേര് കേട്ടിട്ട് എന്തോ മന്ത്രവാദമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ജന്തർ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ യന്ത്രം, അതായത് ഇൻസ്ട്രുമെന്റ്. മന്ദർ എന്ന് പറഞ്ഞാൽ മന്ത്രം അഥവാ കാൽക്കുലേഷൻ. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു കല്ലിൽ കൊത്തിയ ഭീമാകാരമായ കാൽക്കുലേറ്ററാണ്. ഇതിനകത്തുള്ള സമ്രാട്ട് യന്ത്ര ഒക്കെ സൂര്യന്റെ നിഴൽ നോക്കി സെക്കൻഡുകൾ പോലും തെറ്റാതെ സമയം കൃത്യമായി പറഞ്ഞു തരും. നൂറ്റാണ്ടുകളായി ഒരുപാട് സാമ്രാജ്യങ്ങൾ വീഴുന്നതിനും പുതിയ ഭരണകൂടങ്ങൾ വരുന്നതിനും ഈ കല്ലുകൾ സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത്രയും ശാന്തമായ ഒരു സയൻസ് സെന്റർ എങ്ങനെയാണ് സമരങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയത്? അതിന്റെ ഉത്തരം കിടക്കുന്നത് 1993-ലാണ്. 90-കൾക്ക് മുമ്പ് ഡൽഹിയിൽ സമരം ചെയ്യണമെങ്കിൽ എല്ലാവരും പോയിരുന്നത് ഇന്ത്യ ഗേറ്റിന് അടുത്തുള്ള ബോട്ട് ക്ലബ് ഗ്രൗണ്ടിലായിരുന്നു. കാരണം അത് പാർലമെന്റിന്റെ തൊട്ടടുത്താണ്. പക്ഷെ 1988-ൽ മഹേന്ദ്ര സിംഗ് ടിക്കായത്തിന്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് കർഷകർ ഈ ബോട്ട് ക്ലബ് കയ്യേറി സമരം ചെയ്തു. ഡൽഹി കംപ്ലീറ്റ് ബ്ലോക്കായി. ഗവൺമെന്റ് അക്ഷരാർത്ഥത്തിൽ പാനിക്കായി. ഭരണസിരാ കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് ഇത്രയും വലിയ ജനക്കൂട്ടത്തെ ഇനി അനുവദിക്കാൻ പറ്റില്ലെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. അങ്ങനെ 1993-ൽ ബോട്ട് ക്ലബിലെ സമരങ്ങൾ നിരോധിച്ചിട്ടാണ് പ്രൊട്ടസ്റ്റുകൾ ഈ ജന്തർ മന്ദർ റോഡിലേക്ക് മാറ്റുന്നത്. അതിന് കൃത്യമായ 2 കാരണങ്ങളുമുണ്ട്. ഒന്നാമത്തേത് സേഫ്റ്റി വാൾ. ഇത് പാർലമെന്റിലേക്ക് അധികം ദൂരെയല്ല. അപ്പോൾ സമരക്കാർക്ക് തങ്ങൾ ഭരണാധികാരികളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന ഫീലിംഗ് കിട്ടും. എന്നാൽ അവരെ തടയാൻ പോലീസിന് എളുപ്പത്തിൽ ബാരിക്കേഡ് വെക്കാനും പറ്റും. രണ്ടാമത്തേത് ക്രൗഡ് കൺട്രോൾ. ബോട്ട് ക്ലബ് വലിയൊരു ഗ്രൗണ്ട് ആണെങ്കിൽ ജന്തർ മന്ദർ ഒരു ഇടുങ്ങിയ റോഡാണ്. ഒരു ഫണൽ പോലെയാണ് ഇതിന്റെ സ്ട്രക്ചർ. അതുകൊണ്ട് പോലീസിന് ആളുകളെ കൺട്രോൾ ചെയ്യാനും ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. ഇന്ന് ജന്തർ മന്ദർ വെറും ഒരു ചരിത്ര സ്മാരകം മാത്രമല്ല, രാജ്യത്തിന്റെ വികാരം പ്രതിഫലിക്കുന്ന ഇടമാണ്. ഈ കഴിഞ്ഞ 2026 ജൂലൈയിൽ നമ്മൾ ഇത് കണ്ടതാണ്. നീറ്റ് പരീക്ഷാ വിവാദവുമായി ബന്ധപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ വിദ്യാർത്ഥികൾ നടത്തിയ വമ്പൻ പ്രൊട്ടസ്റ്റുകൾക്ക് വേദിയായത് ഈ മണ്ണാണ്. ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വരെ രാജിവെക്കേണ്ടി വന്നു. ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് തന്റെ 26 ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ചതും ഇവിടെ വെച്ചാണ്. അതായത് ഒരു കാലത്ത് ആകാശത്തെ ഗ്രഹങ്ങളുടെ ദൂരം അളക്കാൻ ഉണ്ടാക്കിയ ഈ യന്ത്രങ്ങൾ ഇന്ന് അളക്കുന്നത് സാധാരണക്കാരനും ഗവൺമെന്റും തമ്മിലുള്ള ദൂരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം, ഈ പറയുന്ന സയൻസ് ലാബും ഇൻസ്ട്രുമെന്റും ഒക്കെ ഇപ്പോഴും അവിടെയുണ്ടോ എന്ന്. യെസ്, അവയെല്ലാം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. നിങ്ങൾ ഇന്ന് ഡൽഹിയിൽ പോയാൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന വലിയ ചുവന്ന കല്ലുകൊണ്ടുള്ള 13 ഇൻസ്ട്രുമെന്റ്സ് കാണാൻ പറ്റും. അതുകൊണ്ട് ഇനി TV-യിലോ യൂട്യൂബിലോ ജന്തർ മന്ദറിന് മുന്നിൽ നിന്നുള്ള സമരവാർത്തകൾ കാണുമ്പോൾ ഈ കഥ ഓർക്കുക. ആകാശത്തെ അത്ഭുതങ്ങൾ നോക്കാൻ തുടങ്ങിയ ഒരിടം ഇന്ന് നമ്മുടെ ജനാധിപത്യത്തിന്റെ കാവലാളായി മാറിയിരിക്കുന്നു. സോ അതാണ് ജന്തർ മന്ദർ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി വരാം. അതുവരെയ്ക്കും ടേക്ക് കെയർ. താങ്ക് യു.